എല്ലാം കേൾക്കുന്നത് അവനാണ്. മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, അവരുടെ കഴുത്തിലെ മാല നിലത്ത് വീണുപോയി. അറിഞ്ഞില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞില്ല. താജുൽ ഔലിയാക്കന്മാരുടെ കിരീടമായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അറിഞ്ഞില്ല. ഉമറുൽ ഫാറൂഖ് അറിഞ്ഞില്ല. അള്ളാഹുവിന്റെ വലിയമാരും വലിയത്തുകളുമായ സഹാബിമാരാരും അറിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെരയാൻ ആളയച്ചു. സഹാബിമാർ തെരഞ്ഞ് മടുത്തു. വെള്ളം തീർന്നുപോയി. കുടിക്കാനുള്ള വെള്ളം കഴിഞ്ഞ് ഒളിവെടുക്കാനുള്ള വെള്ളത്തിലേക്ക് കൈവക്കാൻ ഒരുങ്ങി. നേരം വെളുത്തു, മാല കിട്ടിയിട്ടില്ല. സഹാബിമാർ റിപ്പോർട്ട് ചെയ്തു. അതിനിടയിൽ ജനങ്ങൾക്ക് ദേഷ്യം വന്നു. അവർ ചെന്ന് സിദ്ദീഖിനോട്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറഞ്ഞു. നിങ്ങളുടെ മോളെ കൊണ്ടാണ് നമുക്ക് ഈ ഗതി വന്നത്. യാത്രക്കടയിലാണ് സംഭവം, കുറ്റിക്കാട്ടിലാണ് സംഭവം. റസൂലുള്ള പറഞ്ഞു, ശരി, മാല പോട്ടെ, നമുക്ക് പോകാം. കുട്ടികളെയും വട്ടികളെയും കൊട്ടയും കൊണ്ട് ഒക്കെ പോകാനൊരുങ്ങി. ഒട്ടകങ്ങളെയും കഴുതകളെയും കുതിരകളെയും ഒക്കെ എഴുന്നേൽപ്പിച്ചു. അപ്പോൾ ആയിഷ ബിബി സഞ്ചരിക്കുന്ന ഒട്ടകത്തെ എഴുന്നേൽപ്പിച്ചപ്പോൾ നിലത്തതാ കിടക്കുന്ന മാല. എന്തേ കാരണം? കണ്ടില്ല. എന്താ കാരണം? ഒട്ടകം അതിന്റെ മേലെയാ കിടക്കുന്നത്. എന്താ കാരണം? കണ്ണിന് സാധാരണ കാഴ്ചയുള്ളൂ. മുഹമ്മദ് നബി കണ്ടില്ല, സഹാബിമാർ കണ്ടില്ല, ആയിഷ ബിബി കണ്ടില്ല. എന്താ ഉത്തരം? സൂറത്തുൻ നംൽ 65-ാമത്തെ വചനം, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ഈ അള്ളാഹുവിനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത്. എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന നബി അള്ളാഹു അല്ലേ. ഉമറുൽ ഫാറൂഖിനെ കൊല്ലാൻ ഒരാൾ വന്നിരിക്കുന്നു പള്ളിയിൽ. കാണുന്നില്ല, കാരണം ഇരുട്ടാണ്. കാണുന്നില്ല, കാരണം തൂണിന് നിൽക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുത്തി. നാലാമത്തെ ഭാര്യ ആത്തിക്ക റളിയല്ലാഹു അൻഹ, ഉമറുൽ ഫാറൂഖിന്റെ നാലാമത്തെ ഭാര്യ ആത്തിക്ക റളിയല്ലാഹു അൻഹ പള്ളിയിൽ സുബഹിക്ക് നിസ്കരിക്കാൻ വന്നിട്ടുണ്ട്. നിറഞ്ഞു നിൽക്കുന്ന സഹാബിമാരാണ്, ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും യുവാക്കളും എല്ലാം ഉണ്ട്. ഫത്ഹുൽ മുഈനിൽ പറഞ്ഞ പോലെ മുന്നിൽ ആണുങ്ങള്, പിന്നിൽ കുട്ടികള്, അതിന്റെ പിന്നിൽ പെണ്ണുങ്ങള്. കാരണം അള്ളാഹുവിന്റെ പള്ളി അങ്ങനെയാണ്, പടച്ചവന്റെ ആരാധനാലയം അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ ഏതാ പടച്ചവന്റെ ആരാധനാലയം? അള്ളാഹുവിന്റെ ആരാധനാലയം ഏതാ? മക്കത്തതാ, മദീനത്തതാ? മുന്നിൽ ആണുങ്ങൾ, പിന്നിൽ കുട്ടികൾ, അതിന്റെ പിന്നിൽ പെണ്ണുങ്ങൾ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളി ഉണ്ടാകണം, ഓലഷഡ് ഉണ്ടാകണം, നിസ്കാരം നടക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച പോലെ. ബുഖാരി 631-ാമത്തെ ഹദീസ്, സല്ലൂ കമാ റഅയ്തുമുനി ഉസല്ലി, സല്ലൂ കമാ റഅയ്തുമുനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിച്ചു നിങ്ങൾ കണ്ടുവോ, അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുവിൻ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കുത്താൻ ആള് വന്ന് മറഞ്ഞു നിന്ന് കുത്തി. കാരണം സൂറത്തുൻ നംൽ 65-ാമത്തെ ആയത്ത്, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശഭൂമികളുടെ അദൃശ്യം അല്ലാഹു അല്ലാതെ മറ്റാരും അറിയില്ല. ചിന്തിക്കണം. ഇങ്ങനെയുള്ള പടച്ചവനെ പരിചയപ്പെടുത്തുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിചയപ്പെടുത്തിയപ്പോൾ ആ നാട്ടിൽ പൊട്ടിത്തെറിയുണ്ടായി, വിപ്ലവങ്ങളുണ്ടായി, അടിപിടികളുണ്ടായി, ബഹളങ്ങളും കൊലപാതകങ്ങളും അക്രമ പരമ്പരകളും ഉണ്ടായി, ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി എല്ലാം ഉണ്ടായി. എന്തേ പ്രശ്നം? ആ നാട്ടുകാർ ആരാണ്? അവര് ഹജ്ജ് ചെയ്യുന്നവരാണ്. ലബൈക് അല്ലാഹുമ്മ ലബൈക് ലബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക ലാ ശരീക ലക്. അല്ലേ? തൽബിയത്ത്, മുശ്രിക്കുകളുടെ തൽബിയത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ലബൈക് അല്ലാഹുമ്മ ലബൈക്, അവരെ വാചകം അങ്ങനെ തന്നെയാണ്, നമ്മുടെയും വാചകം അങ്ങനെ തന്നെയാണ്. പിന്നെന്താ വ്യത്യാസം? അള്ളാഹുവിങ്കലേക്കടുക്കാൻ ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും ഇസ്തിഗാസ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. രണ്ട് കാരണം. ഒന്ന് യൂനുസ് 18, സൂറത്ത് യൂനുസ് 18, ഹൗലായി സുഫആഉന ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിങ്കൽ ഞങ്ങളുടെ ശുപാർശകന്മാരാണ്.
ഇവർ അള്ളാഹുവിങ്കൽ ഞങ്ങളുടെ ശുപാർശകന്മാരാണ്. ഇവർ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി പോലെയുള്ള ആളുകൾ അള്ളാഹുവിങ്കൽ ഞങ്ങളുടെ ശുപാർശകന്മാരാണ്. അവർക്കെവിടെയാ എത്തേണ്ടത്? അവർക്കെവിടേക്കാ എത്തേണ്ടത്? അള്ളാഹുവിങ്കലേക്ക്. എവിടേക്കാ എത്തേണ്ടത്? പടച്ചവങ്കലേക്ക്. അതിനാരെയാ പിടിച്ചത്? മമ്പർത്തങ്ങളെയല്ല, ചുങ്കമന്ന മൗലിയനെയല്ല, മഞ്ഞക്കുള മൗലിയനെയല്ല, കാഞ്ഞിരമറ്റത്തെ പരീതൗലിയനെയല്ല. പിന്നെയോ അള്ളാഹുവിന്റെ ചങ്ങാതിയായ ഇബ്രാഹിം നബിയെ. ഇബ്രാഹിം നബിയുടെ ചരിത്രം ഖുർആനിൽ എത്ര സ്ഥലത്തുണ്ട്? 25 സൂറത്തുകളിലൂടെ, 250 ആയത്തുകളിലൂടെ. ഇബ്രാഹിം എന്ന പേര് ഖുർആനിൽ എത്ര സ്ഥലത്ത് പറഞ്ഞു? 69 സ്ഥലത്ത്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ഇസ്തിഗാസ ചെയ്യുന്നത് എന്തിനാ? അള്ളാഹുവിങ്കലേക്ക് അടുക്കാൻ. രണ്ടാമത്തെ കാരണം സൂറത്ത് സുമർ 3-ാമത്തെ ആയത്ത്. സുമർ 3, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. അള്ളാഹുവിങ്കലേക്ക് ഇവര് ഞങ്ങളെ അടുപ്പിക്കും, അതിനു വേണ്ടിയാണ്. അപ്പോൾ അള്ളാഹുവിങ്കലേക്ക് അടുക്കണം. അതിന് നേർക്കുനേരെ പോയാൽ ശരിയാവില്ല. അതിനാരെ പിടിക്കണം? മമ്പറന്തങ്ങളെയല്ല, ശ്രീരാമനെയല്ല, യേശുവിനെയല്ല, പിന്നെയോ പടച്ചവന്റെ കൂട്ടുകാരനായ ഇബ്രാഹിം നബിയെ. അല്ലേ? അവർക്കിടയിലേക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വീകരിക്കുവാൻ പ്രയാസമുണ്ടായി. തല്ലി കൊല്ലാനൊരുങ്ങി, ആക്രമിച്ചു, കല്ലെറിഞ്ഞു, എല്ലാം ഉണ്ടായി. അവസാനം ഓരോരുത്തരായി മടങ്ങി വന്നു. എവിടേക്കാ മടങ്ങി വന്നത്? ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്ത മതത്തിലേക്ക്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്ത മതത്തിലേക്ക്. ആദൻ നബി ആരോടാ പ്രാർത്ഥിച്ചത്? മമ്പറന്തങ്ങളോടാണോ? പുത്തമ്പള്ളി വലിയനോടാണോ? ഇബ്രാഹിം നബിയോടാണോ? ഇസ്മായിൽ നബിയോടാണോ? ഈസാ നബിയോടോ? മറിയം ബീബിയോടാണോ? അല്ല, അള്ളാഹുവോടാണ്. അള്ളാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അള്ളാഹു പണ്ടേ ഉള്ളവനാണ്, എന്നും ഉണ്ടായിരിക്കുന്നവനാണ്. അല്ലേ? യേശു പണ്ടുണ്ടോ? ഇല്ല. ശ്രീരാമൻ മുമ്പുണ്ടോ? ത്രേതായുഗത്തിന് മുമ്പ് ശ്രീരാമനില്ല. ദ്വാപരയുഗത്തിന് മുമ്പ് ശ്രീകൃഷ്ണനില്ല. 2010 കൊല്ലങ്ങൾക്ക് മുമ്പ് മറിയം ബീവിയില്ല. യേശു ക്രിസ്തു ഇല്ല. 1000 കൊല്ലം മുമ്പ് മുഹൈദ്ദീൻ ഷേഖ് ഇല്ല. 900 കൊല്ലം മുമ്പ് റിഫായി ഷേഖ് ഇല്ല. 100 കൊല്ലങ്ങൾക്കപ്പുറം മഞ്ഞക്കുള മൗലിയയില്ല, വള്ളിയൗലിയയില്ല, മരമൗലിയയില്ല, വടകരത്തങ്ങളില്ല, 40 അടി ഔലിയയില്ല, വണ്ടിത്താവളത്തെ ഇല്ല. കാരണം ഇതൊക്കെ പിന്നീടുണ്ടായതാണ്. പണ്ടേ ഉള്ളവൻ പടച്ചവൻ മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിങ്കലേക്ക് അടുക്കുവാൻ ഇടയാളന്മാര് വേണ്ട, മധ്യസ്ഥന്മാര് വേണ്ട. പിന്നെയോ പടച്ചവൻ പഠിപ്പിക്കുവാൻ ഏൽപ്പിച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് ജിന്ന് 18-ാമത്തെ ആയത്ത്, 20-ാമത്തെ ആയത്ത്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, പറയൂ ഞാൻ എൻ്റെ പടച്ചോനോടെ പ്രാർത്ഥിക്കൂ. പടച്ചോനോടെ പ്രാർത്ഥിക്കൂ, റബ്ബിനോടെ ദുആ ചെയ്യുകയുള്ളൂ. അതാണ്, റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ. പിന്നെയോ ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അല്ലാഹുവല്ലാത്ത ആരോടും നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല. ഖുർആനിൽ പ്രാർത്ഥനയെപ്പറ്റി പറയുന്നുണ്ട്. 163 പ്രാർത്ഥനയുണ്ട്. എത്ര? 163. അതിൽ അള്ളാഹുവോടുള്ള പ്രാർത്ഥന എത്രയുണ്ട്? 163. അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന എത്രയുണ്ട്? ഒന്നുമില്ല. മരുന്നിന് പോലും ഒന്നുമില്ല. അള്ളാഹു ഒന്നേ ഉള്ളൂ. അള്ളാഹു അല്ലാത്തവരോ ഒരുപാടുണ്ട്. അള്ളാഹു അല്ലാത്തവർ ഒരുപാടുണ്ട്. അംബിയ ഔലിയ ഉണ്ട്, മഹത്തുക്കൾ, പുണ്യവാളന്മാർ, ബിംബങ്ങൾ, ജാറങ്ങൾ, ദർഗകൾ, മക്കാമുകൾ, പുണ്യമരങ്ങൾ, പുണ്യമൃഗങ്ങൾ, പുണ്യപുഷ്പങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷേ അവരോട് ആരോടെങ്കിലുമുള്ള ഒരൊറ്റ പ്രാർത്ഥന പോലും ഖുർആനിലില്ല. കാരണം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച മനുഷ്യനാരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ ഇരിപ്പിൽ 100 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. എന്താണ് ആ പ്രാർത്ഥന? ഒന്ന് എഴുതിക്കേ. റബ്ബിഗ്ഫിർ വർഹം ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബിഗ്ഫിർ, പടച്ചോനെ പുറത്തു തരണേ. വർഹം, കരുണ കാണിക്കണേ. ഇന്നക അൻതത് തവ്വാബുർ റഹീം, നീ പശ്ചാത്താപം സ്വീകരിക്കുന്ന കരുണാവാരിധിയാണ്. 100 പ്രാവശ്യം ദിവസം. അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളെല്ലാം
എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ നിരവധി നൂറുകണക്കിനുണ്ട്. അള്ളാഹുവോടുള്ള പ്രാർത്ഥന അതിൽ ആയിരക്കണക്കിനുണ്ട്. അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഒന്നുപോലുമില്ല. ഇസ്തിഗാസ അള്ളാഹുവോട് മാത്രമാണ്. ഇസ്തിഗാസ അള്ളാഹുവോട് മാത്രമാണ്. അൻഫാൽ 9-ാമത്തെ ആയത്ത്. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ പടച്ചവനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം. ആരോടാ? പടച്ചവനോട്. അതുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, ഇസ്തിഗാസ അള്ളാഹുവോട് മാത്രം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ ആരാധന നടത്തുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. മക്കത്തെ മനുഷ്യന്മാർ തല്ലിയെങ്കിലും കൊല്ലാൻ ശ്രമിച്ചെങ്കിലും എതിർത്തെങ്കിലും വെറുത്തെങ്കിലും ചെറുത്തെങ്കിലും ക്ഷമയോടെ സഹനത്തോടെ മുഹമ്മദ് റസൂലുള്ളാഹി ഉറച്ചു നിന്നു. അവസാനം മാറിയപ്പോൾ അവർക്കുണ്ടായ മാറ്റമെന്താ? ഡ്രസ്സ് മാറിയില്ല, ഭക്ഷണം മാറിയില്ല, വീട് മാറിയില്ല, കടകളും കമ്പോളങ്ങളും മാറിയില്ല, കഴുതയും ഒട്ടകവും കുതിരയും മാറിയില്ല, മൊസൈക്കിട്ടില്ല, ശാബാദായില്ല, കടപ്പയായില്ല, ഒന്നുമായില്ല. പിന്നെയോ അവരുടെ മനസ്സ് മാറി, വിശ്വാസം മാറി. എന്നിട്ടെന്തായത്? ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന, ഇസ്തിഗാസ ചെയ്തിരുന്ന, ഇസ്മായിൽ നബി എന്റെ രോഗം മാറ്റണേ എന്ന് ഇസ്തിഗാസ ചെയ്തിരുന്ന, ഈസാ നബിയെ എനിക്ക് കുട്ടികളെ തരണേ എന്ന് ഇസ്തിഗാസ ചെയ്തിരുന്ന, മറിയം ബീവിയെ എനിക്കൊരു ഭർത്താവിനെ തരണേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന മനുഷ്യന്മാർ അതൊക്കെ അവസാനിപ്പിച്ചു. അള്ളാഹുവേ കാക്കണേ, അള്ളാഹുവേ സഹായിക്കണേ എന്ന ഇസ്തിഗാസ മരണം വരെ തുടർന്നു. എന്തേ കാര്യം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തേ കാര്യം? അവരോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മറിയം ബീവി ഇല്ല എന്നാണോ? ഇബ്രാഹിം നബി ഇല്ല എന്നാണോ? ഇസ്മായിൽ നബി ഇല്ല എന്നാണോ? മോജിസത്ത് ഇല്ല എന്നാണോ? കറാമത്തില്ല എന്നാണോ? അല്ല. 4 പക്ഷികളെ ഇണക്കി കൊന്ന് കഷണങ്ങളാക്കി 4 മലകളിൽ വിതറിയിട്ട് പേര് ചൊല്ലി വിളിച്ചപ്പോ ആ പക്ഷികൾ ജീവനോടുകൂടി പാറി വന്നു. ഇബ്രാഹിം നബിയുടെ മഹത്വമാ പറയുന്നത്. എന്നിട്ടും ആ മനുഷ്യന്മാരെന്താ ചെയ്തത്? സഹാബിമാർ ഇബ്രാഹിം നബിയെ കാക്കണമെന്ന പ്രാർത്ഥന അവസാനിപ്പിച്ചു. കാരണം ഈ കഴിവ് അള്ളാഹുവിൻ്റെതാണ് എന്നാണ് പറഞ്ഞു കൊടുത്തത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിക്കുന്നു, കുരുടന് കാഴ്ച നൽകുന്നു, പാണ്ഡുരോഗിയെ സുഖപ്പെടുത്തുന്നു, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. ആ നാട്ടിലെ ആളുകളുടെ വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കി വെച്ചത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അവരുടെ വീടുകളിൽ സംഭരിച്ച പണം എത്രയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ആ ഈസാ നബിയോടുള്ള പ്രാർത്ഥനയും ഇസ്തിഗാസയും അവർ നിർത്തിവെക്കുകയാണ് ചെയ്തത്. കാരണം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമാണ്, ഇസ്തിഗാസ അള്ളാഹുവോട് മാത്രമാണ്. ഇതാണ് അവർ പഠിച്ചത്. മാറ്റം. ബിംബങ്ങളും ജാറങ്ങളും ദർഗകളും മക്കാമുകളും പുണ്യമരങ്ങളും പുണ്യമൃഗങ്ങളും പുണ്യപുഷ്പങ്ങളും ഒഴിവായി. മണ്ഡപങ്ങളും ശ്രീകോവിലുകളും അൽത്താരകളും പ്രതിഷ്ഠകളും മാറി. നേർച്ചയും പൂരവും മഹോത്സവവും പള്ളിപ്പെരുന്നാളും യാഗവും ഹോമവും ഒഴിവായി. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനു വേണ്ടി മാത്രം നേർച്ച, അവനോട് മാത്രം പ്രാർത്ഥന, അവനോട് മാത്രം ഇസ്തിഗാസ. അള്ളാഹു വല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്ക്, ഇസ്തിഗാസ ചെയ്യുന്നത് ശിർക്ക്. മുഹമ്മദ് നബി അവരെ പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെല്ലാം സ്വീകരിച്ചു, അവർക്ക് മനസ്സിലായി. അതോടുകൂടി അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നു. ഐക്കല്ലുകളും മുറുക്കുകളും ഏലസുകളും ചരടുകളും അവരഴിച്ചു വെച്ചു. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇന്ന റുഖാവത്തമാഇമ വത്തിവലത ശിർക്കുൻ. ഐക്കല്ല്, ഉറുക്ക്, ഏലസ്, ചരട്, നൂല് എന്നിവ പടച്ചവനിൽ പങ്കുചേർക്കലാണ്. അഴിച്ചു വെച്ചു. ഒരാളുടെ കയ്യിൽ ചരട് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ ഇത്? വാതരോഗം ഭേദമാകാനാണോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻസിഹ, അത് പൊട്ടിച്ചെറിയേ. പൊട്ടിച്ചെറിഞ്ഞു. കാരണം അത് ശിർക്കാണ്. മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ ശിർക്കാണ് ചെയ്തത്. ജാറമാണ് സത്യം, മൊഹീദ്ദീൻ ശേഖാണ് സത്യം, ഇബ്രാഹിം നബിയാണ് സത്യം എന്ന് പറഞ്ഞാൽ ശിർക്കായി പടച്ചവൻ പൊറുക്കാത്ത പാപമായി മാറി, പരിപൂർണമായി മാറി. എന്താ കാരണം? അത് ശിർക്കാണ്. 4
48 4:116 ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, ശിർക്ക് അല്ലാഹു പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതിന് താഴെയുള്ളത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തേക്കാം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കുടുംബാംഗങ്ങൾ, എന്തുകൊണ്ട് ശിർക്ക് ചെയ്ത ആളുടെ സകല കർമ്മധർമ്മങ്ങളും നിഷ്ഫലമാണ്. സുമർ 65 ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, ശിർക്ക് ചെയ്താൽ നിന്റെ എല്ലാ കർമ്മധർമ്മങ്ങളും പൊളിഞ്ഞുപോയി, നിഷ്ഫലമായി പോയി. നിസ്കാരം നഷ്ടം, സക്കാത്ത് നഷ്ടം, നോമ്പ് നഷ്ടം. സഹോദരങ്ങളെ, നമ്മുടെ രാജ്യത്ത് എത്രയോ ആളുകൾ നിസ്കരിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, നോമ്പ് നിൽക്കുന്നു, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, കൂട്ടത്തിൽ അല്ലാഹുവല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. ശിർക്കാണ്, എല്ലാം പോയി. 5:72 മാഇദ 72 ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം ഹറാം. ശിർക്ക് ചെയ്താൽ സ്വർഗം നിഷിദ്ധമാണ്. ഒരിക്കലും 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 സ്വർഗത്തിലേക്ക് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് സത്യത്തിലേക്ക് തിരിച്ചു വന്നു ആളുകൾ. സ്വർഗം കിട്ടണമെന്ന് മോഹിച്ച മനുഷ്യന്മാർ ഷഹാദത്ത് കലിമ ചൊല്ലി സഹാബിമാരായി. അങ്ങനെയാണ് 2.5 ലക്ഷം സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോടുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു. ഇബ്രാഹിം നബിയോടോ ഇസ്മായിൽ നബിയോടോ ഈസാ നബിയോടോ മറിയം ബീവിയോടുള്ള ഒരൊറ്റ പ്രാർത്ഥനയും പഠിപ്പിച്ചില്ല. ഉസ്താദുമാർ ഈ നാട്ടിലുണ്ട്, മുസ്ലിയാക്കന്മാർ ഈ നാട്ടിലുണ്ട്. സാധാരണ പോലെ സമാധാനപരമായി സാവകാശം നിങ്ങൾ ചെന്ന് ചോദിക്കണം. ഖുർആനിൽ അല്ലാഹുവോടുള്ള പ്രാർത്ഥന എത്രയുണ്ട്? അല്ലാഹുവല്ലാത്ത ആരോടുള്ള പ്രാർത്ഥനയാണുള്ളത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അതിൽ എത്ര നബിമാരുടെ പേരുണ്ട്? 25 നബിമാരുടെ പേരുണ്ട്. അവരിൽ ആരോടെങ്കിലും റസൂലുള്ള പ്രാർത്ഥിച്ചോ, ഇസ്തിഗാസ ചെയ്തോ? ഒരു പ്രാർത്ഥനയെങ്കിലും? മൊഹിദ്ദീൻ ഷേഖയെ കാക്കണേ, മുസ്ലിയാർ പ്രാർത്ഥിക്കുന്നു. ഇബ്രാഹിം നബിയെ സഹായിക്കണേ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചോ? ഇല്ല, അബൂജഹൽ പ്രാർത്ഥിച്ചു. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവന്റെ പേരെന്ത്? മക്കത്തെ മുശ്രിക്ക്. ചോദിക്കണം, നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചുകൊണ്ട് സഹാബിമാർ അങ്ങനെ ഉഷാറായി മുന്നോട്ട് നീങ്ങി. അങ്ങനെ ശിർക്കിന്റെ അംശങ്ങളെല്ലാം വെടിഞ്ഞു, പടച്ചവനിൽ വിശ്വസിച്ചു. പടച്ചവനിലുള്ള വിശ്വാസം വന്നതോടുകൂടി രോഗങ്ങളോ വിഷമങ്ങളോ വേദനകളോ കഷ്ടപ്പാടുകളോ ഉണ്ടായാൽ മനസ്സിന് പ്രയാസമില്ലാതായി. ജനങ്ങളെ ആകെ ടെൻഷനായി എന്നുള്ളൊരു വാക്ക് നമ്മൾ പറയരുത്. കാരണം പടച്ചവനുണ്ട് കൂടെ, പടച്ചവൻ ഉണ്ട് കൂടെ. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ ആയത്ത് അല്ലേ? നീ വിഷമിക്കണ്ട, അല്ലാഹു ഉണ്ട് നമ്മുടെ കൂടെ. മായകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാഹു വറാബിഉഹും, മൂന്നാളുകൾ സ്വകാര്യം സംസാരിക്കുമ്പോൾ നാലാമനായി അല്ലാഹു ഉണ്ട്. യാത്രയിലെ പ്രാർത്ഥന, അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ, അല്ലാഹുവേ നീയാണ് എൻ്റെ യാത്രയിലെ കൂട്ടുകാരൻ. ആരാ കൂടെ നമ്മൾ പോകുന്നത്? അല്ലാഹുവിന്റെ കൂടെയാണ്. ബേജാറാകേണ്ടതില്ല. അവൻ കാണുന്നുണ്ട്, അവൻ കേൾക്കുന്നുണ്ട്. പല്ലുവേദന ഉണ്ടോ? തലവേദന, കണ്ണിന് വേദന, വയറുവേദന ഉണ്ടോ? സഹോദരിമാരെ സഹോദരന്മാരെ സന്തോഷിക്കുക. മെൻസസ് പീരീഡുകളിൽ ഭയങ്കരമായ വേദനകൾ ഉണ്ടാകുന്നു, ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നു. സന്തോഷിക്കുക, കൂലിയുണ്ട്. ഭർത്താവ് മരിച്ചോ, ഭാര്യ മരിച്ചോ, മാതാപിതാക്കൾ മരണപ്പെട്ടോ, മക്കൾ നഷ്ടപ്പെട്ടോ, കച്ചവടം പൊളിഞ്ഞോ, സന്തോഷിക്കണം. പരലോകത്ത് ദിവ്യമായ പ്രതിഫലമുണ്ട്. അല്ലാഹു എല്ലാം കാണുന്നുണ്ട്. എന്തിനു ബേജാറാകണം? പരലോകമുണ്ട്, സ്വർഗമുണ്ട്. വിശ്വാസിക്ക് മാത്രമേ ഇത് കിട്ടൂ, അവിശ്വാസിക്കില്ല. അതുകൊണ്ട് ടെൻഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. ആകപ്പാടെ മൂഡൌട്ടായി എന്ന് പറയരുത്. ഭ്രാന്താകരുത്, നമുക്ക് മാനസിക സുഖം ഉണ്ടാകരുത്. കാരണം വിശ്വാസം ഉണ്ടാകണം. ഇതാണ് അവർക്ക് പിടിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് അവർ ഭൂമിയിലൂടെ സന്തോഷത്തോടെ നടന്നു. അവര് ടെൻഷനില്ലാതെ നടന്നു. തല്ലുകൊണ്ടു, കൊല്ലപ്പെട്ടു, കൈയും കാലും മുറിഞ്ഞു അല്ലേ? അനസ് ബിൻ നളർ സഹാബിയുടെ പേരെഴുതിയില്ലേ? അനസ് ബിൻ നളർ 80-ലധികം മുറിവുകൾ.
80-ലധികം മുറിവുകൾ. അതുവരെ പടക്കളത്തിൽ ഉറച്ചു നിന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹു ഉഹദിൽ 80-ലധികം മുറിവുകൾ. ജാഫർ റളിയല്ലാഹു അൻഹു 84 മുറിവുകൾ. യുദ്ധക്കളത്തിലാണ്, പോരാടി. സന്തോഷത്തോടുകൂടി അവർ ജീവിച്ചു മരിച്ചു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കൂടെ നമുക്ക് സ്വർഗത്തിലെത്തണം. അതിന് നമ്മൾ പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവനെ പരിചയപ്പെടുത്തി. അള്ളാഹു ഉണ്ട് കൂടെ. വഹുവ മഅക്കും ഐനമാ തകൂനു വഹുവ മഅക്കും. നിങ്ങൾ എവിടെയാണെങ്കിലും ശരി, അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. സന്തോഷമായി, അവർക്ക് സന്തോഷമായി. അങ്ങനെ അവർ മുന്നോട്ട് നീങ്ങി. ഇനി കർമ്മധർമ്മങ്ങൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ട് അവർ കർമ്മധർമ്മങ്ങൾ പാലിച്ചു പകർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു രോമത്തിന് കേടുപറ്റുന്നവർ സഹിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പകരം അവരെല്ലാം ഏറ്റുവാങ്ങി. ഉഹദ് യുദ്ധത്തിൽ നബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വലത്തോട്ട് തിരിയുമ്പോൾ ഞാൻ കണ്ടത് ഉമ്മു അമാറ, ഇടത്തോട്ട് തിരിയുമ്പോൾ ഞാൻ കണ്ടത് ഉമ്മു അമാറ, മുന്നിൽ ഉമ്മു അമാറ, പിന്നിൽ ഉമ്മു അമാറ. ഉമ്മു അമാറ ആരാ? സ്ത്രീയാണ്. യുദ്ധക്കളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വരുന്ന അമ്പുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി 12 ആളുകൾ ഒരേ സന്ദർഭത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ശരീരത്തിലെ ഒരു അംശത്തിന് പോലും കേടുപറ്റാതിരിക്കാൻ ഇത്രമാത്രം അങ്ങേയറ്റത്തെ സ്നേഹം പാലിച്ച അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒതുവെടുത്ത ബാക്കി വെള്ളം എടുക്കാൻ പോലും അവർ താല്പര്യം കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി അവർ സൂക്ഷിച്ചു. ഹുദൈബിയ സന്ദർഭത്തിലും ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വിതരണം ചെയ്തു. കാന്തപുരമല്ല, സമസ്തയല്ല, മുടി വിറ്റ് കാശാക്കുന്ന കച്ചവടക്കാരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി അവർ ബഹുമാനത്തോടുകൂടി സൂക്ഷിച്ചു വെച്ചു. വിറ്റ് കാശാക്കിയില്ല. അവർ അതുകൊണ്ട് വെള്ളം വിറ്റില്ല, അതുകൊണ്ട് അവർ പള്ളി ഉണ്ടാക്കിയില്ല, ഒന്നുമില്ല. ആ അവശിഷ്ടങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം അവരുടെ പിന്തലമുറക്ക് നഷ്ടപ്പെട്ടു. ആർക്കും ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ ഇതാ 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിറ്റ് കാശാക്കുന്ന കച്ചവടക്കാർ വന്നിരിക്കുന്നു. വെല്ലൂരിൽ മുടിയുണ്ട്. അവിടുന്ന് കിട്ടിയ മുടി ഇട്ട വെള്ളം 3 കുപ്പി വിൽക്കുന്നു. കുപ്പിക്ക് എത്ര വില? 25,000 രൂപ. ആര്? സമസ്ത. എന്നിട്ട് അവർ ഉസ്താദ് കാന്തപുരത്തെ കുറ്റം പറയുന്നു. എന്ത്? അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് വ്യാജമുടിയാണ്. ഇതും വ്യാജമുടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ഭൂമിയുടെ പുറത്ത് എവിടെയുമില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഹാബിമാർക്ക് മാത്രം കിട്ടി. അതവിടെ അവസാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോതിരം അതോടെ അവസാനിച്ചു. വസ്ത്രങ്ങൾ അതും അവസാനിച്ചു. എവിടെയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ നബിയെ സ്നേഹിച്ചു, അനുസരിച്ചു, ആദരിച്ചു. അവർ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം, മയ്യത്ത് എവിടെയുണ്ട്? മുജാഹിദുകളുടെ കയ്യിലുണ്ട്. എവിടെയാണത്? സൗദി അറേബ്യ. വഹാബി ഗവൺമെന്റ് ആണത്. മദീനയിലുണ്ട്. റസൂലുള്ളാഹി അംബിയാഇന്റെ മുടി, അംബിയാഇന്റെ ശരീരം മണ്ണ് തിന്നുകയില്ല എന്ന് റസൂലുള്ളാഹി. അവിടുത്തെ മുഴുവൻ ശരീരം മദീനത്തുണ്ട്. കബറിനടിയിൽ, മണ്ണിനടിയിൽ. അതിൽ മുടിയുമുണ്ട്. 100 കണക്കിന് മുടിയുണ്ട്. അതിൽ നിന്ന് ഒരു മുടിയെടുത്തിട്ട് പുറത്ത് ഒരു ഗ്ലാസിൽ പൊതിഞ്ഞു വെച്ചാൽ മതി. ലോകത്തെ മുഴുവൻ മുജാഹിദുകൾക്കും തിന്നാൻ, പള്ളി ഉണ്ടാക്കാൻ, പള്ളിക്ക് സ്ഥലം വാങ്ങാൻ, മദ്രസ ഉണ്ടാക്കാൻ, കോളേജ് ഉണ്ടാക്കാൻ ഒക്കെ അത് മതി. പക്ഷേ ഒരു ചില്ലിക്കാശ് പോലും മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിടത്തിങ്കൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. വഹാബി ഗവൺമെന്റ് ആണ് അവിടെ നടക്കുന്നത്. കിട്ടിയിട്ടില്ല. കാരണം ശബരിമലയല്ല ഇത്, പത്മനാഭസ്വാമി ക്ഷേത്രമല്ല ഇത് പുത്തമ്പള്ളിയല്ല, മുനമ്പമല്ല, കൊടുങ്ങല്ലൂരല്ല, കാടാമ്പുഴയല്ല. കോടിക്കണക്കിന് ഉറുപ്പിക അവിടെയൊക്കെ വന്നു വീഴുന്നുണ്ട്. സഹോദരങ്ങളെ, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുമാനപ്പെട്ട ഭൗതിക ശരീരം, മയ്യത്ത് വഹാബി ഗവൺമെന്റ് കയ്യിലുണ്ട്. എന്നിട്ട് ആ നബിയോട് സ്നേഹമുള്ള വഹാബി ഗവൺമെന്റ്, നെഞ്ഞത്ത് കൈവച്ച് നമസ്കരിക്കുന്ന വഹാബി ഗവൺമെന്റ്, ഔദും ബിസ്മിം മെല്ലെ ഓതുന്ന വഹാബി ഗവൺമെന്റ്, സുബഹിക്ക് കുനൂത്തോതാത്ത വഹാബി ഗവൺമെന്റ്, അള്ളാഹുവിനോട് മാത്രം ഇസ്തിഗാസ ചെയ്യുന്ന വഹാബി ഗവൺമെന്റ്, കബർ കെട്ടിപ്പൊക്കാത്ത, ജാറം ഉണ്ടാക്കാത്ത, ദർഗയുണ്ടാക്കാത്ത, മക്കാം ഉണ്ടാക്കാത്ത വഹാബി ഗവൺമെന്റ്,
മെഴുകുതിരി കത്തിക്കാത്ത, ചന്ദനത്തിരി പുകക്കാത്ത, നേർച്ച നടത്താത്ത, ഉറൂസ് മുബാറക്കും ചന്ദനക്കുടവും നടത്താത്ത വഹാബി ഗവൺമെന്റ്, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ മുടിയും കൈവശമുള്ള ആ വഹാബി ഗവൺമെന്റ് ഒരു മുടി പോലും അവിടുന്ന് എടുത്തിട്ട് ബിസിനസ് ആക്കിയില്ല. മദീനയിൽ ഇപ്പോ എത്ര ലക്ഷം മനുഷ്യരാണുള്ളത്? അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന സ്വന്തം വെള്ളത്തിന്റെ ഡിസ്പോസ്ഡ് ഗ്ലാസിന് മാത്രം എത്ര ലക്ഷം ഉറുപ്പിക ഒരു ദിവസം ചെലവുണ്ട്? എത്ര ലക്ഷം ഉറുപ്പിക? മദീന പള്ളി സംരക്ഷിക്കുവാൻ ഒരു ദിവസം എത്ര കോടി ഉറുപ്പിക ചെലവുണ്ട്? ഹറം സംരക്ഷിക്കുവാൻ എത്ര കോടി ഉറുപ്പിക ചെലവുണ്ട്? അതെല്ലാം കിട്ടും, ഒരു മുടിയെടുത്ത് പുറത്ത് വെച്ചാൽ മതി. പക്ഷേ പടച്ചവൻ ഈ കച്ചവടത്തിനെതിരാണ്. ഇത് മുഹമ്മദ് നബിയോടുള്ള സ്നേഹത്തിന്റെ ഉദാഹരണമാണ്. ഇതാണ് വഹാബി ഗവൺമെന്റ്, മുജാഹിദ് ഗവൺമെന്റ്. അല്ലേ? ശബരിമലയിൽ 98 കോടിയാണ്. സുപ്രീം കോടതിയാണ് ചോദിച്ചത്, മകരജ്യോതി തട്ടിപ്പല്ലേ അല്ലേ? സുപ്രീം കോടതിയാണ് ചോദിച്ചത്. മറുപടി പറഞ്ഞത് ദേവസ്വം ബോർഡാണ്, അത് മനുഷ്യനുണ്ടാക്കിയതാണ്. മകരജ്യോതി മനുഷ്യനുണ്ടാക്കിയതാണ്. പീരുമേട്ടിൽ മകരസംക്രാന്തി ദിവസം നോക്കിയാൽ കാണുന്ന വെളിച്ചം മനുഷ്യനിർമ്മിതമാണ്. ആരാ പറഞ്ഞത്? ദേവസ്വം ബോർഡാണ്, നമ്മളല്ല. അല്ലേ? മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൻ നബിയിൽ നിസ്കരിക്കാൻ പോകുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിടം സന്ദർശിച്ച്, അല്ലാഹുവേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രക്ഷ നൽകണേ, അല്ലാഹുവേ അബൂബക്കർ റളിയല്ലാഹു അൻഹു രക്ഷ നൽകണേ, അല്ലാഹുവേ ഉമർ റളിയല്ലാഹു അൻഹു രക്ഷ നൽകണേ എന്ന് പ്രാർത്ഥിച്ചാണ് മടങ്ങിപ്പോരുന്നത്. 1421 കൊല്ലമായി 1421 കൊല്ലമായി ആ വിശുദ്ധമായ മയ്യത്ത് അവിടെയുണ്ട്, ഖബറിൽ കെട്ടിപ്പൊക്കിയിട്ടില്ല. ജാറമില്ല, ദർഗയില്ല, മക്കാമില്ല, അപവാണിഭമില്ല, ചന്ദനക്കുടമില്ല, ഉറൂസ് മുബാറക്കില്ല. കാരണം അവിടെ മുസ്ലിയാക്കന്മാരില്ല. 1421 കൊല്ലമായി ഒരു ചില്ലിക്കാശ് പോലും, ഒരു രൂപ പോലും, ഒരു ലിറയോ പൗണ്ടോ ദിർഹമോ ദീനാറോ റിയാലോ ഡോളറോ പോലും അവിടെ വന്ന് വീണിട്ടില്ല. കാരണം അവിടെ മുസ്ലിയാക്കന്മാരില്ല. ഐക്കല്ലും മുറുക്കും മേലസും ചരടും നൂലുമില്ല. കാരണം അവിടെ ശാന്തികളും വികാരിമാരും പാതിരിമാരും പുരോഹിതന്മാരും ഇല്ല. ഇതാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്ന തട്ടിപ്പില്ലാത്ത, വെട്ടിപ്പില്ലാത്ത ശുദ്ധമായ ഏകദൈവ വിശ്വാസം. ഈ അടിസ്ഥാനത്തിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ നയിച്ചതാണ്. ഒരു മതപണ്ഡിതനായിരുന്ന മുസ്ലിയാരായിരുന്ന ഉള്ളാളം സയ്യിദ് മദനി, മക്കളില്ല. മരിക്കുന്നതിന് മുമ്പ് ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾ മരിച്ചാൽ ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുക? മകളെ ഭാര്യയോട് പറഞ്ഞു, പെണ്ണെ നീ ബേജാറാകണ്ട, നിനക്ക് എന്റെ ഖബറുണ്ട്, എന്റെ മയ്യത്തുണ്ട്. ജാറം ദർഗ മക്കാമുണ്ടാക്കിയിട്ട് സ്വന്തം ഭാര്യക്ക് തിന്നാൻ കൊടുക്കാൻ തീരുമാനിക്കുന്ന മുസ്ലിയാര്. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതെന്ന ഹിജറ 11-ാമത്തെ വർഷം. ഡേറ്റ് ഒന്ന് എഴുതിക്കോ. ഹിജറ 11-ാമത്തെ വർഷം റബീഉൽ അവൽ 12-ാം തീയതി തിങ്കളാഴ്ച. റബീഉൽ അവൽ 12-ാം തീയതി പുതുക്കോട്ടെ മാപ്പിള സമുദായത്തിന് എന്താ പണി? കൊട്ടി, കൈകൊട്ടി, പൊട്ടിച്ചിരിച്ച്, കുലാവി കുടിച്ച്, ഭക്ഷണം വിളമ്പി, ജയ് ജയ് വിളിച്ച് നടക്കുക. ശരി, 14 നൂറ്റാണ്ട് മുമ്പ് റബീഉൽ അവൽ 12-ാം തീയതി സഹാബിമാർക്ക് എന്തായിരുന്നു പണി? പൊട്ടിക്കരയുകയായിരുന്നു. റബീഉൽ അവൽ 12-ാം തീയതി സഹാബിമാർ കരയുകയായിരുന്നു. നാട്ടിൽ ചിലപ്പോൾ ഇവിടെ ബോർഡ് കണ്ടിട്ടുണ്ടാവും, എന്ത്? റബീഉൽ അവൽ 12 മുജാഹിദുകൾക്ക് ദുഃഖദിനം. അൽഹംദുലില്ലാഹ്, ഉഷാർ. ശരിയാണത്. കാരണം റസൂലുള്ള വഫാത്തായ ദിവസമാണ് റബീഉൽ അവൽ 12. 100% ഉറപ്പുള്ള ഒരേ ഒരു ചരിത്രമാണത്. റസൂലുള്ള ജനിച്ചതെന്താ എന്നാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതെന്നാണ്? അതിനെക്കുറിച്ച് 7 അഭിപ്രായമുണ്ട്. റസൂൽ ജനിച്ചതെന്നാ 5 അഭിപ്രായമുണ്ട്. വഫാത്തായതിനെ കുറിച്ചും അഭിപ്രായങ്ങളുണ്ട്. 7 അഭിപ്രായം. നോക്കുക, ഡേറ്റ് 2, 8,
9, 10, 12, 17, 18 ഈ ഡേറ്റിൽ ഏതോ ഒരു ഡേറ്റാണ്. ഏതാ മാസം ജനിച്ചത്? മുഹറം, സഫർ, റബീഉൽ അവൽ, റജബ്, റമളാൻ. 5 അഭിപ്രായം എഴുതിയോ? ഏതാ വർഷം? AD 571, 570, 571. എന്നാൽ മരണത്തെപ്പറ്റിയോ ഒരഭിപ്രായമുള്ളൂ. അതെന്താ? റബീഉൽ അവൽ 12 ഹിജറ 11ാമത്തെ വർഷം. അതിന്റെ തലേന്ന് കഞ്ഞി കുടിക്കാൻ ഗോതമ്പില്ല. പടയെങ്കി പണയം വെച്ചിട്ട് 30 സാ ഗോതമ്പ് വാങ്ങി ഐഷാ ബിബി കഞ്ഞി വെച്ചു. ആ കഞ്ഞിയാണ് റസൂലുള്ള പിറ്റേന്ന് വഫാത്താകുമ്പോൾ ആമാശയത്തിൽ കുടൽമാലയിൽ ഉണ്ടായിരുന്നത്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തലേന്ന് രാത്രി ഹിജറ 11ാമത്തെ വർഷം റബീഉൽ അവൽ 11-ാം തീയതി ഞായറാഴ്ച രാത്രി വിളക്ക് കത്തിക്കുവാൻ എണ്ണയില്ല. അയൽപ്പക്കത്ത് നിന്ന് വായ്പ വാങ്ങിക്കൊണ്ടുവന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹാ. എന്നിട്ട് 9 ഭാര്യമാർ ജീവിച്ചിരിക്കുന്നു, 2.5 ലക്ഷം സഹാബിമാർ, ദരിദ്ര സമ്പന്നമായ ഒരു സമൂഹം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾക്ക് എന്റെ മയ്യത്തുണ്ട് എന്നല്ല, ഖബറുണ്ടെന്നല്ല, മറിച്ച് ലാ തജ്അലൂ ഖബരി ഈദാ. ഒന്ന് എഴുതിക്കേ മക്കളെ, ലാ തജ്അലൂ ഖബരി ഈദാ. നിങ്ങൾ എന്റെ ഖബറിനെ നേർച്ച സ്ഥലമാക്കരുത്. ലാ തജ്അലൂ ഖബരി ഈദാ. എന്റെ ഖബറിനെ നിങ്ങൾ നേർച്ച സ്ഥലമാക്കരുത്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുതേ. എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുതേ. ഉള്ളാളം സയ്യിദ് മദനി എന്ത് പറഞ്ഞു? മോളെ നിനക്ക് എന്റെ ഖബറുണ്ട്. റസൂൽ എന്ത് പറഞ്ഞു? ഈ നട്ടലുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിലേക്കാണ് മുജാഹിദ് പ്രസ്ഥാനം ക്ഷണിക്കുന്നത്. ശരി, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് പഠിപ്പിച്ച മതത്തിന്റെ സന്ദേശങ്ങൾ തൗഹീദ് പറഞ്ഞു. രണ്ടാമത്തേത് നിസ്കാരമാണ്. നിസ്കാരം 631 ബുഖാരി പറഞ്ഞല്ലോ, സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിച്ചു നിങ്ങൾ കണ്ടോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുവിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളുവെടുത്തു, തലതടവി. എങ്ങനെയാ തലതടവിയത്? ബുഖാരി 185 ഹദീസ്, മുസ്ലിം 235 ഹദീസ്. എങ്ങനെയാ? ബദ അബി മുഖദ്ദമി റഅസി, തലയുടെ മുൻഭാഗം കൊണ്ട് ആരംഭിച്ചു. ഹത്താ റഹബ ബിഹിമാ ഇലാ ഖഫാഹു, പെരടി വരെ കൊണ്ടുപോയി. സുമ്മ റദ്ദഹുമാ ഇലൽ മക്കാൻ ലദി ബദ മിൻഹു, തുടങ്ങിയിടത്തേക്ക് തന്നെ കൊണ്ടുവന്നു. ആരാണ് മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നവൻ? ആരാ? എല്ലാ മുജാഹിദുകളും ഇങ്ങനെ ചെയ്യുന്നു. 10 കിതാബിൽ പേജ് നമ്പർ എഴുതിക്കോ, 17, 86, 100 പേജുകൾ. തല മുഴുവൻ തടവുക. 17, 86, 100 തല മുഴുവൻ തടവുക. 5-ാമത്തെ പേജ് മുൻഭാഗം കൊണ്ട് തുടങ്ങി പെരടി വരെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരണം. ഫതുഹുൽ മുഈൻ 41-ാമത്തെ പേജ്, വമസ്ഹു കുല്ലി റഅസി, തല മുഴുവൻ തടവണം, ലിലിത്തിബായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ. ഉളുവെടുത്താൻ എന്താ ചെയ്യേണ്ടത്? ഉളുവിന്റെ 2 റക്അത്ത് നിസ്കാരമുണ്ട്. എന്താ? ഉളുവിന്റെ നിസ്കാരം. സഹോദരന്മാർ ശ്രദ്ധിക്കാം. നിസ്കരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? കൈ കെട്ടണം. കൈ എവിടെ കെട്ടേണ്ടത്? ഇമാം അഹ്മദ് 22,026 ഹദീസ്. ഇബ്നു ഹുസൈമ 479, അബൂദാവൂദ് 759, ബൈഹഖി 2383, 2385, ഇമാം ബുഖാരിയുടെ അത്താരിഖുൽ കബീർ 2911, 10 കിതാബിൽ 127-ാമത്തെ പേജ്. ഫതുഹുൽ മുഈൻ 121-ാമത്തെ പേജ്. മഹല്ലി 1-ാം വാള്യം 155-ാമത്തെ പേജ്. എന്താ പറയുന്നത്? നെഞ്ഞത്ത് കൈകെട്ടി.
കൈ നെഞ്ഞിലേക്ക് താഴ്ത്തുക. 10 കിതാബ്. കൈ നെഞ്ഞത്ത് വെച്ചു, പള്ളമ്മ വെച്ചു എന്നല്ല. സഹിഹായ ഏതെങ്കിലും ഒരു റിപ്പോർട്ടിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളമ്മ കൈവച്ചു എന്നില്ല. നോക്കൂ, ആരാ ഇത് ചെയ്യുന്നത്? എല്ലാ മുജാഹിദുകളും കൈ നെഞ്ഞത്താണ് വെക്കുന്നത്. അല്ലേ? കൈ കെട്ടിയാൽ ഫർളിൽ അല്ലാഹുമ്മ ബഅദ ബൈനിയും സുന്നത്തിൽ വജ്ഹത്തു മോദിയാൽ പിന്നെന്താ നമ്മൾ കേൾക്കുന്നത്? ഔദും ബിസ്മില്ലയാണ്, വജ്ഹത്തുമില്ലയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഔദും ബിസ്മില്ലയാണ്. ബുഖാരി 743. മുസ്ലിം 28. നസായി 2-ാം വാള്യം 135. ഇബ്നു ഹുസൈമ 1-250. ഔദും ബിസ്മില്ലയാണ്. അൽഹംദു മുതൽ ഉറക്കയാണ്. ചുരുക്കം പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 20,000 ഫർദ് നിസ്കരിച്ചു. എല്ലാ നിസ്കാരശേഷവും എല്ലാവരും പ്രാർത്ഥിച്ചു. എന്നാൽ ഒരിക്കൽ പോലും ഫർദ് നിസ്കാരത്തിന് ശേഷം ഒരാൾ പ്രാർത്ഥിച്ച് മറ്റുള്ളവർ ആമീൻ പറഞ്ഞില്ല. ഇല്ല. മുസ്ലിം 592, ബുഖാരി 866, അബൂദാവൂദ് 1507. പത്ത് കിതാബ് 142-ാമത്തെ പേജ്. മുന്നിൽ പിന്നിൽ സ്ത്രീകളില്ലെങ്കിൽ ഇമാമ് നിസ്കാരം കഴിഞ്ഞ ഉടനെ നിസ്കാര സ്ഥലം വിട്ടുപോകേണ്ടതാണ്. പിന്നിൽ സ്ത്രീകളില്ലെങ്കിൽ അപ്പോൾ ഉണ്ടാകാം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ചുകൊണ്ട് സഹാബിമാർ നീങ്ങിയതാണ് ഈ കാണുന്നത്. ഇതാ പെരുന്നാൾ ആരംഭിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഈദ്ഗാഹിൽ വെച്ചല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടേയില്ല. ഒരിക്കലുമില്ല. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് പഠിപ്പിച്ചത് അങ്ങനെയാണ്. ബുഖാരി മുസ്ലിം സംയുക്ത പരിഭാഷ, ഫൈസി എഴുതിയ പരിഭാഷയിലെ 2-ാം വാള്യം 434-ാമത്തെ പേജ്. മുസല്ലയിലേക്ക്, മദീനയിലെ അറിയപ്പെട്ട സ്ഥലമാണത്. അതിന്റെയും മസ്ജിദുൻ നബവിയുടെയും ഇടയിൽ 1000 മുഴം അകലമുണ്ട്. മുസല്ലയിലേക്കാ പോയത്, മദീന പള്ളിയിലല്ല നിസ്കരിച്ചത്. ഫൈസി എഴുതിയ പരിഭാഷയിലാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ മുസല്ലയിലേക്ക് പോകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുകയും പിന്നെ ഖുത്ബ ഓതുകയും അനന്തരം സ്ത്രീകളുടെ അടുത്ത് ചെന്ന് വീണ്ടും ഉപദേശിക്കുകയും ചെയ്യുമായിരുന്നു. സ്ത്രീകളുടെ അടുത്ത് ചെന്നിട്ട് വീണ്ടും ഉപദേശിക്കുമായിരുന്നു. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നിസ്കാരത്തില്. ബുഖാരി 956, മുസ്ലിം 889. എന്ന് മാത്രമല്ല, ആർത്തവകാരികളോട് വരെ, കൂടാരങ്ങളിൽ ഒതുങ്ങിക്കഴിയുന്ന സ്ത്രീകളോടുകൂടി വരാൻ പറയുമെന്ന് കൽപ്പിച്ചിരുന്നു. അമറനാ റസൂലുള്ളാഹി. വാചകം എഴുതിക്കോ, അമറനാ റസൂലുള്ളാഹി. ബുഖാരി 980, മുസ്ലിം 790. അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നുഖ്രിജഹുന്ന. അവരെ പുറത്തു കൊണ്ടുവരണമെന്ന് ഞങ്ങളോട് കൽപ്പിച്ചു. ഫിൽ ഫിത്രി വൽ അദ്ഹാ, 2 പെരുന്നാളിലും. ആരെ? അൽ അവാതിഖ വൽ ഹുയ്യൽ വദവാത്തിൽ ഖുദൂർ, കൂടാരങ്ങളിൽ ഒതുങ്ങിക്കഴിയുന്ന സ്ത്രീകളെയും ആർത്തവകാരികളെയും. ഫഅമ്മൽ ഹുയ്യൽ ഫയഅ്തദിൽന സ്വലാത്ത്, ആർത്തവകാരികൾ നിസ്കാരത്തിന് വിട്ടു നിൽക്കണം. സുബ്ഹാനല്ലാഹ്, ഇതാണ് പഠിപ്പിക്കുന്നത്. സുമ്മാതൻ നിസാ, എന്നിട്ട് പെണ്ണുങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. ഫദക്കറഹുന്ന വവഅലഹുന്ന, അവർക്ക് വീണ്ടും ഉപദേശം നൽകി. ബുഖാരി 975.
ഇത് പെരുന്നാൾ നിസ്കാരത്തിന് മാത്രമല്ല. ബുഖാരി 707 ഹദീസ്. ഞാൻ നിസ്കാരത്തിൽ നിൽക്കുന്നു, കുറച്ച് നീട്ടി നിസ്കരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോഴാണ് ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നത്. ആ കുട്ടിയുടെ ഉമ്മാക്ക് വിഷമമുണ്ടാകണ്ട എന്ന് വിചാരിച്ച് ഞാൻ നിസ്കാരം ചുരുക്കി. ഇതേതാ പള്ളി? ഇതിനാണ് സലഫി പള്ളി എന്ന് പറയാം, മുജാഹിദ് പള്ളി എന്ന് പറയാം, അല്ലേ? സഹോദരിമാരെ ശ്രദ്ധിക്കുക. എന്തിനാ? കൂലി കിട്ടാൻ. 27 ഇരട്ടി കൂലി. 27 ഇരട്ടി കൂലി. ആദ്യം ചെല്ലുന്ന സ്ത്രീക്ക് ആദ്യത്തെ കൂലി. അവിടെ വെച്ചൊരു ക്ലാസ് കേട്ടാൽ ഒരു ഹജ്ജും ഉംറയും ചെയ്ത കൂലി. സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെ ഇരുന്ന് സൂര്യ ഉദിച്ച ശേഷം 2 റക്അത്ത് നിസ്കരിച്ചു പോന്നാൽ ഒരു ഹജ്ജും ഉംറയും ചെയ്ത കൂലി. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സുബഹിക്കും ളുഹറിനും അസറിനും മഗ്രിബിനും സഹോദരിമാർ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നു. ബുഖാരി 578 ഹദീസ്. കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത സുബ്ഹി മുതലഫിആത്തിൻ ബിമുറൂതിഹിന്ന ثم ينقلبن الى بيوتهن فلا يعرفن من الغلس. അവസാനിപ്പിക്കുകയാണ്. ഇതാ ദുൽഹിജ്ജ മാസമായി. ഇതാ ദുൽഹിജ്ജ മാസമാകുന്നു നാളെ മുതൽ ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫിഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ഈ ദിവസങ്ങളെപ്പോലെ അല്ലാഹുവിങ്കൽ അമലും ഇബാദത്തും ചെയ്യുവാൻ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റു ദിവസങ്ങൾ ഇല്ല. ബുഖാരി. അതുകൊണ്ട് ആലോചിക്കുക, നാളെ മുതൽ 10 ദിവസം എന്താണ് എനിക്ക് കാര്യമായി ചെയ്യാൻ പറ്റുക? തൗഹീദ് പറയാൻ പറ്റും, പ്രചരിപ്പിക്കാൻ പറ്റും, സുന്നത്ത് പ്രചരിപ്പിക്കാൻ പറ്റും, തഹജ്ജുദ് നിസ്കാരം കൃത്യമാക്കാൻ പറ്റും. പിന്നെയോ ദാനധർമ്മങ്ങൾ ചെയ്യാൻ പറ്റും. ഹറാമായ ദാനധർമ്മങ്ങൾ ചെയ്യരുത്. പണമായി, പണ്ടമായി, പറമ്പായി, അറയായി, വിസയായി, ജോലി വാഗ്ദാനമായി സ്ത്രീധനം കൊടുക്കരുത്, സ്ത്രീധനം വാങ്ങരുത്. സഹോദരങ്ങളെ, അള്ളാഹു പൊരുത്തപ്പെടാത്ത മുതലാണത്. ആ പെണ്ണിന്റെ കണ്ണുനീരാണത്. ആ പെണ്ണിന്റെ വാപ്പാന്റെ വിയർപ്പാണത്. ഛർദിക്കാൻ വരുന്നില്ലേ, ഒക്കാനിക്കാൻ വരുന്നില്ലേ? തിരിച്ചു കൊടുക്കണം, തിരിച്ചു കൊടുക്കണം, തിരിച്ചു കൊടുക്കണം. കൊമ്പില്ലാത്ത ആടിനെ കൊമ്പുള്ള ആട് കുത്തിയാൽ തിരിച്ചു കൊമ്പ് കൊടുത്തിട്ട് തിരിച്ചു കുത്തിക്കാൻ പറയുന്ന ഒരു വരലോകമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് രഹസ്യമായോ പരസ്യമായോ സ്ത്രീധനം വാങ്ങിയ സഹോദരങ്ങൾ, കൊടുത്ത സഹോദരങ്ങൾ മടക്കി ചോദിക്കണം. അമ്മോശന്മാരെ, അളിയന്മാരെ, പെങ്ങൾക്ക് വേണ്ടി, മകൾക്ക് വേണ്ടി കൊടുത്ത സ്ത്രീധനം മടക്കി കൊടുക്കണം, മടക്കി ചോദിക്കണം. സഹോദരിമാരെ, ഭർത്താവ് തന്നതല്ലാത്ത എല്ലാ ആഭരണവും ആങ്ങളമാർക്ക്, പിതാക്കൾക്ക് മടക്കി കൊടുത്തേ. ഭർത്താവ് തന്നതല്ലാത്ത എല്ലാ ആഭരണവും കുടുംബക്കാർക്ക് മടക്കി കൊടുത്തേ. നാട്ടുകാർ പിരിച്ചുണ്ടാക്കിയതാണെങ്കിൽ നാട്ടുകാർക്ക് കൊടുത്തേ. പരലോകത്ത് സ്വസ്ഥമായി ജീവിക്കാൻ, ഖബറിൽ സ്വസ്ഥമായി ജീവിക്കാൻ, ഖിയാമത്ത് നാളിൽ സ്വസ്ഥമായി ഇരിക്കാൻ, അള്ളാഹുവിന്റെ വിചാരണയിൽ വിജയം വരിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു കൽപ്പിച്ചത് അങ്ങോട്ട് കൊടുക്കാനാണ്. പുരുഷൻ അങ്ങോട്ട് പെണ്ണിന് കൊടുക്കാനാണ്, അല്ലേ? വേണം. അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ഒരുങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു സുപ്രധാനമായ ആരാധനാകർമ്മമാണ് ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള നോമ്പ്. അബൂദാവൂദ് 2437 ഹദീസ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അം മിൻ ദുൽഹിജ്ജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കുമായിരുന്നു. അതുകൊണ്ട് ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കുക നാളെ മുതൽ പുണ്യമേറിയ കാര്യമാണ്. നബിയും സഹാബിമാരും ഒക്കെ ചെയ്തിരുന്ന കാര്യമാണ്. കഴിഞ്ഞില്ല, ഈദ്ഗാഹ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ദുൽഹിജ്ജ 9 അറഫ ദിവസത്തെ നോമ്പാണ്. 2 കൊല്ലത്തെ പാപങ്ങൾ മായ്ച്ചു കളയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പെരുന്നാളിന്റെ വസ്ത്രങ്ങൾ സഹോദരന്മാർ ശ്രദ്ധിക്കുക. ഇസ്ലാമിന്റെ മുഴുവൻ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടുള്ള വസ്ത്രമാകണം. ഫുൾ കൈ മാക്സിയും ഫുൾ കൈ ചുരിദാറും പർദ്ദയും, കൈ ഇറങ്ങിപ്പോകാത്ത അപായ പർദ്ദയല്ലാത്ത സാധാരണ നല്ല പർദ്ദയും. കിലുങ്ങുന്ന പാദസരങ്ങൾ അണിയരുത്, കിലുങ്ങുന്ന വളകൾ അണിയരുത്. പെരുന്നാളിന് ചുറ്റുമായി പിശാച് കൂടുകെട്ടിയിരിക്കുന്നു, സിനിമയുമായി, ഗാനമേളയുമായി, ഒപ്പനയുമായി. സഹോദരിമാർ ശ്രദ്ധിക്കുക, സഹോദരന്മാർ ശ്രദ്ധിക്കുക, പോകരുത്.
വിനോദ വാർത്തകൾ വിലക്ക് വാങ്ങുന്ന ചില ആൾക്കാരുണ്ട് സമൂഹത്തിൽ. ഭയങ്കരമായ അപകടമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദയവായി അത് ചെയ്യരുത്. അതുകൊണ്ട് തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലേ? ബലിയെറുക്കുന്ന ആള്, ബലിയെറുക്കുന്ന വീട്ടുടമസ്ഥൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫല്യുംസിക് അൻ ശഅരിഹി വഅദ്ഫാരിഹി, നഖവും മുടിയൊന്നും വെട്ടരുത്. താടിയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം എന്താ? താടി ആദ്യമേ ഒന്നും ചെയ്യാൻ പാടില്ല. താടി വെട്ടാനോ താടി വടിക്കാനോ പാടില്ല. എല്ലാ സഹാബിമാരും നബിയും ഇമാമുകളും കൽപ്പിച്ചതാണ് താടി വടിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു അഅഫുല്ലിഹാ വ ഖസ്ഫുശ് ശവാരിബ്, താടി വളർത്തുക, മീശ ചെറുതാക്കുക. താടി വളർത്തുക, മീശ ചെറുതാക്കുക. സ്ത്രീകൾക്ക് താടിയുടെ കൂലി കിട്ടാൻ എന്താ മാർഗം? ഭർത്താവിനോട്, മകനോട്, ആങ്ങളയോട്, ബാപ്പയോട് താടി വളർത്താൻ പറയുക. 24 മണിക്കൂർ കൂലി കിട്ടുന്ന ഇബാദത്താണ്. 14 മണിക്കൂർ കൂലി കിട്ടുന്ന ഇബാദത്താണ് നോമ്പ്. അതുകൊണ്ട് ഇന്ന് വ്യാഴാഴ്ചയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മനുഷ്യന്റെ കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സമർപ്പിക്കുന്ന ദിവസമാണ്. അവസാനമായി പറയാനുള്ളൊരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തിന് പ്രത്യേകതയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണ്. അതിന് പ്രത്യേകതയുണ്ടോ? ഉണ്ട്. എന്താ പ്രത്യേകത? മുസ്ലിമിലെ 1162 ഹദീസ് നോമ്പെടുക്കലാണ്. റസൂലുള്ള ജനിച്ച ദിവസത്തിന് തിങ്കളാഴ്ചക്ക് 5 പ്രത്യേകതയുണ്ട്. 1 ജനിച്ചു, 2 നബിയായി, 3 ഖുർആൻ ഇറങ്ങി, 4 കർമ്മങ്ങൾ സമർപ്പിക്കപ്പെടുന്നു, 5 സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു. അതുകൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അറബി മാസം 13, 14, 15 നോമ്പെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ റസൂൽ നിസ്കരിച്ച പോലെ, നിസ്കരിച്ച് സക്കാത്ത് കൊടുത്ത പോലെ സംഘടിതമായി സക്കാത്ത് കൊടുത്ത് ആരാധനകളും അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുക. ഉളഹിയത്ത് ഇറക്കുക, തക്ബീർ മുഴക്കുക, എന്നിട്ട് ഒരു വഴിക്ക് പോവുകയും മറ്റൊരു വഴിക്ക് മടങ്ങി വരികയും ചെയ്യുക. അങ്ങനെ പെരുന്നാളിന് ശേഷമുള്ള 3 ദിവസങ്ങളിൽ അത് തിങ്കളോ വ്യാഴോ വന്നാൽ നോമ്പെടുക്കേണ്ടതില്ല, നോമ്പെടുക്കാൻ പാടില്ല. ഈ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നബിദിനാഘോഷം തിരുമുടിയും നബിപ്രകാശവും എന്ന പുസ്തകത്തിന്റെ ഏതാനും കോപ്പികളാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും 1-2 കോപ്പി വാങ്ങി സ്വയം വായിക്കുകയും എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. പഠിക്കുന്ന, വായിക്കുന്ന, മനസ്സിലാക്കുന്ന ആയത്തുകളും ഹദീസുകളും ഒക്കെ എഴുതിയെടുക്കുന്ന ഒരു സമ്പ്രദായവും സംവിധാനവും ഉണ്ടാകണം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് അറബിക് കോളേജിലേക്ക് 1-2 കുട്ടികളെ പറഞ്ഞയക്കണം. സൗജന്യമായി ഫ്രീ ആയി പഠിപ്പിക്കുന്ന, ഭക്ഷണവും വസ്ത്രവും ചെരുപ്പും കൂടെയൊക്കെ കൊടുക്കാൻ താല്പര്യമുള്ള ചുങ്കത്തറ നജാത്തുൽ അനാം അറബിക് കോളേജും ഓർഫനേജും ഉണ്ട്. അതുപോലെ സ്ഥാപനങ്ങളിൽ നമ്മുടെ കുട്ടികളെ ആക്കി മതപരമായ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് മനസ്സിലാക്കി അവര് നിസ്കരിക്കുവാൻ നേതൃത്വം കൊടുക്കുന്ന, ദഅവത്തിന് നേതൃത്വം കൊടുക്കുന്ന, ഇസ്ലാമിന് നേതൃത്വം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തണം. അതിന് നമ്മൾ ശ്രമിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. ഈ ആഴ്ചയിൽ സുന്നത്ത് നോമ്പുകളെ അടയാളപ്പെടുത്തിയ ചുങ്കത്തറയുടെ കലണ്ടർ ഈ ആഴ്ചയിൽ ഇറങ്ങും. ബുക്കിൽ ഫോൺ നമ്പർ ഉണ്ട്. ആവശ്യമുള്ള കോപ്പികൾ ഓർഡർ ചെയ്യണം. സൗജന്യമാണ്. ഇഷ്ടം പോലെ സംഭാവനകൾ കൊടുക്കാം. കലണ്ടറിന് വിലയില്ല. അപ്പോൾ ആവശ്യമുള്ളവർ 10, 100, 200 കോപ്പികൾ ആവശ്യപ്പെടണം. അയൽപ്പക്കങ്ങളിൽ വിതരണം ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഈ പരിപാടി സംഘടിപ്പിച്ച സഹോദരങ്ങൾ, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഓരോ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരും മുന്നോട്ട് നീങ്ങുന്നത്. സഹോദരിമാരെ, 5 നേരം പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കാൻ ആഗ്രഹിക്കുക. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചത് ഒറ്റക്ക് നിസ്കരിക്കാനല്ല. സൂറത്ത് ബഖറ 43-ാമത്തെ ആയത്ത് വർക്കഊ മഅറാക്കീൻ, നിസ്കരിക്കുന്നവരുടെ കൂടെ നിസ്കരിക്കുവിനെന്നാണ്. ആലു ഇമ്രാൻ 43-ാമത്തെ ആയത്ത് വർക്കഈ മഅറാക്കീൻ, പെണ്ണെ നിസ്കരിക്കുന്നവരുടെ കൂടെ നിസ്കരിക്കുവിനെന്നാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലത് പുണ്യകരമായ കാര്യമാണ് പള്ളിയിൽ വെച്ച് ജമാഅത്തായുള്ള നിസ്കാരം. അതിന് നമ്മൾ ആഗ്രഹിക്കുക, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. ഹലാലായ ജീവിതം, ഹലാലായ വരുമാനം, ഹലാലായ വസ്ത്രം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം കണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ശേഷം ജീവിച്ച ആയിഷ ബിവിയെ പോലെയുള്ള അബുൽ ഫുദൈൽ ആമിറുൽ ലൈസിയെ പോലുള്ള 100-ാമത്തെ കൊല്ലത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. അവരാരും നബിദിനം ആഘോഷിച്ചിട്ടില്ല. 4 മദ്ഹബിന്റെ ഇമാമുകൾ നബിദിനം ആഘോഷിച്ചില്ല. ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തിർമിദി പോലെയുള്ള 251 ഹദീസ് ഗ്രന്ഥകാരന്മാർ നബിദിനം ആഘോഷിച്ചില്ല. ഹിജറ 631 വഫാത്തായ ഫ്രഞ്ചുകാരുടെ തടവറയിൽ കടന്ന് അക്ക പട്ടണത്തിൽ വെച്ച് നിര്യാതനായ മുളഫർ അബൂ സഈദ്
എന്ന രാജാവാണ് നബിദിനാഘോഷം സംഘടിപ്പിച്ചത്. അള്ളാഹു അവന്റെ റസൂലോ സഹാബിമാരോ താബികളോ താബികളോ ഒന്നും നബിദിനാഘോഷം സംഘടിപ്പിച്ചിട്ടില്ല. അത് ബിദ്അത്താണ്. അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചത് അള്ളാഹു റസൂലും പറഞ്ഞ അള്ളാഹു റസൂലും പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുവാനാണ്. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന നരകത്തിനകറ്റുന്ന എല്ലാ കാര്യങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനാൽ നബിദിനാഘോഷം ബിദ്അത്താണ്. സുന്നത്തായ കാര്യങ്ങൾ തന്നെ കോടിക്കണക്കിന് നടക്കുന്നുണ്ട്. അതാണ് ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, പ്രിയപ്പെട്ട പ്രവർത്തകളെ, വീട് ശ്രദ്ധിക്കണം. വീട്ടിലുള്ള എല്ലാ നല്ല കാര്യങ്ങളും നടക്കണം. വീട്ടിൽ ആവശ്യത്തിന് ഭക്ഷണമുണ്ടാകണം, ആവശ്യത്തിന് വസ്ത്രമുണ്ടാകണം. മക്കളെ ശരിയായ രീതിയിൽ പാലിക്കണം. മാതാപിതാക്കളെ നല്ല നിലക്ക് ബഹുമാനിക്കണം. അവർക്ക് സ്വർഗം കിട്ടണം, ഇഹലോകം കിട്ടണം. അവരുടെ തൗഹീദിന്റെ കാര്യം ഏറ്റെടുക്കണം. അവരുടെ ശിർക്കിന്റെ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാട്ടുകാരോട്, വീട്ടുകാരോട്, കൂട്ടുകാരോട് വളരെ ഭംഗിയായി പെരുമാറണം. മൃദുലമായ സമീപനം വേണം. നല്ല വാക്ക് മാത്രം പറയണം. വസ്ത്രധാരണത്തിലൊക്കെ ഒന്ന് ശരിക്ക് ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നാട്ടുകാരുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് നല്ല വസ്ത്രം ധരിക്കണം. നല്ല വസ്ത്രം ധരിച്ച്, നല്ല വേഷം ധരിച്ച്, നല്ല വരുമാനമുണ്ടാക്കി, നല്ല രീതിയിൽ മാത്രം ഭക്ഷണം കഴിച്ച്, നല്ല രീതിയിൽ മാത്രം വസ്ത്രം ധരിച്ച്, നല്ല രീതിയിൽ മാത്രം വാഹനം കൊണ്ട് നടന്ന്, നല്ല രീതിയിൽ മാത്രം വീടുണ്ടാക്കി മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. തൗഹീദിന്റെ പ്രവർത്തനത്തിനിടയിൽ നിസ്കാരത്തിന്റെ സമയം തെറ്റിപ്പോകരുത്. സുബഹിക്കുമ്പോൾ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് പടച്ചവനോട് പ്രാർത്ഥിക്കണം. സുബഹിയും ളുഹറും അസ്റും ജമാഅത്തായി, മഗ്രിബും ഇശായും ജമാഅത്തായി നിസ്കരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. പ്രിയപ്പെട്ട പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവനവൻ ചെയ്ത നല്ല കാര്യങ്ങൾ മറ്റുള്ളവരോട് എടുത്തു പറഞ്ഞ് അത് കൊളമാക്കാതിരിക്കുക. മറ്റുള്ളവരോട് എടുത്തു പറഞ്ഞിട്ട് അത് നശിപ്പിക്കാതിരിക്കുക. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ്, അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അതിനാൽ പടച്ചവൻ നമ്മുടെ അമലുകളും ഇബാദത്തുകളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇതൊരു സന്ദർഭമാണ് തൗഹീദ് പറയാൻ, സുന്നത്ത് പറയാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ കാര്യം പറയാൻ. അല്ലേ? നാവിലൂടെ വരുന്നത് തൗഹീദാണ്, ഖുർആനാണ്, സുന്നത്താണ്. നമ്മുടെ എല്ലാവരുടെയും ചെവിയിലേക്ക് വന്നത് ഖുർആനും സുന്നത്തുമാണ്, വേറെ കാര്യങ്ങളൊന്നുമല്ല. ഇത്തരം സന്ദർഭങ്ങൾ ഇനിയും എല്ലായിടത്തും ഉണ്ടാകണം. എല്ലാ കവലകളിലും ഇടവഴികളിലും ഇടനാഴികളിലും ഉണ്ടാകണം. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകുമാറാകണേ. അള്ളാഹുവേ, നിന്നെ മാത്രം ആരാധിക്കുന്ന, നിന്നോട് മാത്രം ഇസ്തിഗാസ ചെയ്യുന്ന നല്ലവരായ മുഅ്മിനുകളിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തുമാറാകണേ. നിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരുപാധികം അനുസരിച്ചുകൊണ്ട് അവിടുത്തെ കൽപ്പനകളെല്ലാം പരമാവധി പാലിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ അള്ളാഹുവെ തൗഫീക്ക് നൽകണേ. ജമാഅത്തായി നിസ്കരിക്കുവാൻ, സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുവാൻ അള്ളാഹുവെ തൗഫീക്ക് നൽകുമാറാകണമേ. ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയും ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയുമുള്ള ദിക്റുകളും ദുആകളും മനപ്പാടമാക്കിയത് കൃത്യമായി ചെയ്യുവാൻ അള്ളാഹുവെ തൗഫീക്ക് നൽകണേ. മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന, മക്കളെ പരിപാലിക്കുന്ന, ഭാര്യാഭർത്താക്കന്മാരെ സ്നേഹിക്കുന്ന നല്ലവരായ മക്കളിൽ, നല്ലവരായ കുടുംബാംഗങ്ങളിൽ അള്ളാഹുവെ ഉൾപ്പെടുത്തുമാറാകണമേ. രോഗികളായി വീടുകളിലും ആശുപത്രികളിലും വിഷമിക്കുന്ന സഹോദരങ്ങൾക്ക് ശിഫ നൽകണമേ. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. നാഥ, അള്ളാഹുവെ, ഞങ്ങൾ പാപികളാണ്, പുറത്തുമാറാകണമേ. ഞങ്ങൾ പാവങ്ങളാണ്, ശക്തി പകരണമേ. നാഥ, ഹലാലായ ഭക്ഷണം മാത്രം കഴിക്കാൻ, ഹലാലായ വസ്ത്രം മാത്രം ധരിക്കുവാൻ അള്ളാഹുവെ തൗഫീക്ക് നൽകണേ. മക്കളില്ലാത്ത ദമ്പതികൾക്ക് അള്ളാഹുവെ മക്കളെ കൊടുക്കുമാറാകണമേ. പടച്ചവനെ, മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم.